പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അലീന സാൻഡി. ഞാൻ കോഴിക്കോട് ജില്ല കോടഞ്ചേരി സെൻറ്റ് മേരീസ് ഫൊറാന ചർച്ച് ഇടവകാംഗമാണ്. 2024 മാർച്ച് 23 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപേ ഇതെൻ്റെ അമ്മയാണ്. 2023 ഡിസംബർ മാസം എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് 2019 മുതൽ 6 വർഷമായിട്ട് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുമായിരുന്നു. അപ്പം മൈഗ്രെയിൻ ഓരോ വർഷവും മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും ഞാൻ CA ഫൈനലിന് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് പഠനത്തിലും മറ്റു കാര്യങ്ങളിലും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയിരുന്നെങ്കിലും മരുന്ന് കഴിക്കുമ്പം എൻ്റെ തലവേദന മാറുമെന്നല്ലാതെ മരുന്ന് കഴിക്കുമ്പോൾ തലവേദന കുറയുമെന്നല്ലാതെ അത് പൂർണ്ണമായി മാറിയിരുന്നില്ല. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മ മാതാവും എനിക്ക് എൻ്റെ മൈഗ്രെയിൻ ഹെഡേക്ക് പൂർണ്ണമായി മാറ്റി തന്നു എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ കണ്ണിൻ്റെ ഡ്രൈനെസ്. AC-ൻ്റെ കാറ്റിൽ ഞാൻ കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കരമായി ഡ്രൈ ആവുകയും പിന്നെ പഠിക്കുമ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് ശക്തമായി നീറാൻ തുടങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ കണ്ണിന് ചുറ്റും പുരട്ടി. അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ ഡ്രൈനെസ് പതിയെ കുറഞ്ഞു വരികയും പിന്നെ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്ന ടൈമിൽ എൻ്റെ പേരൻസ് ബഹ്റൈനിലേക്ക് തിരികെ പോകുമായിരുന്നു. ഒരു 8 വർഷം മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ പേരൻസ് തിരികെ ബഹ്റൈനിൽ പോകുമ്പോൾ അവിടുത്തെ രജിസ്ട്രേഷൻ, വിസ പ്രോസസ്സിങ്, അക്കോമഡേഷൻ മുതലായ കാര്യങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ സാധിക്കണം എന്നുള്ളത്. അതും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഞാനും എൻ്റെ കുടുംബവും കൃപാസനത്തിൽ വന്ന് ജപമാല ചൊല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ശക്തമായ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാറുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു എൻ്റെ മോളുടെ മൈഗ്രെയിൻ ഹെഡേക്ക് രോഗസൗഖ്യം. അത് അവൾ വിശദമായി പറഞ്ഞുവല്ലോ. കൃപാസന മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. രണ്ടാമതെൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു. ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു നേരത്തെ. അതിനുശേഷം 7 വർഷം മുമ്പ് ഞങ്ങൾ തിരിച്ചു പോന്നു. വീണ്ടും ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ അവിടെ ചെന്ന് വീണ്ടും സമാധാനമായി ജീവിക്കാൻ പറ്റണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം. അതിൽ കൂടുതൽ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചെങ്കിലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങിപ്പോകാതിരിക്കുവാൻ അവിടുത്തെ ചർച്ചിനോട് ചേർന്ന് ഒരു ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അത് വളരെ കൃത്യമായി മാതാവ് ഈശോയിൽ നിന്ന് എനിക്ക് ആ അനുഗ്രഹം നേടിത്തന്നു. കാരണം മാതാവാണ് അത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ലിവിങ് റൂമിലെ സെറ്റി ഫുള്ള് ഗ്രേ കളറായിരുന്നു. അത് ഞാൻ വലിയൊരു അടയാളമായി എടുത്തു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് 1.5 വർഷത്തോളമാകുന്നു. ഒരു ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് വിചാരിക്കുമ്പോൾ പള്ളിയിൽ പോകാൻ പാകത്തിന് അത്ര അടുത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇതാണ് എൻ്റെ മറ്റൊരു ഉടമ്പടി നിയോഗം എനിക്ക് സാധിച്ചു തന്നത്. പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം പല പ്രാവശ്യം ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ഇരുന്ന് ജപമാല ചെല്ലാറുണ്ട്. അപ്പോൾ മിക്കപ്പോഴും മിനിറ്റുകളല്ല, അതിൽ കൂടുതൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം, മുല്ലപ്പൂ സുഗന്ധമായി മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് ബഹ്റൈനിലും വിശുദ്ധ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോഴും മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിന്നും സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും മോള് പറയുന്നതായിരിക്കും. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് കൃപാസനത്തിൽ വന്ന് കൃപാസന പത്രം വാങ്ങിച്ചിട്ട് അത് പൊതുസ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും ഞങ്ങൾ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് വിതരണം ചെയ്യാറുണ്ട്. പള്ളികളിലും കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞങ്ങൾ കാണുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് ഞാൻ തനിയെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ റോഡിനരികിൽ ആരെങ്കിലും വിശന്നിരിക്കുന്നത് കണ്ടാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതിനു പുറമെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ മാസവും 10 മുതൽ 13 പേർക്ക് വരെ ഫുഡ് ഉണ്ടാക്കി കുടുംബസമേതം പോയി വിതരണം ചെയ്യാറുണ്ട്.
ഇതല്ലാതെ ഞങ്ങൾക്ക് അറിയാവുന്നവരും ഞങ്ങളുടെ അടുത്തുള്ളവരുമായ രോഗികൾക്കും ആവശ്യമുള്ളവർക്കും അനാഥാലയങ്ങളിലേക്കുമൊക്കെ ഞങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വിശുദ്ധ കുർബാന ഉടമ്പടി എടുത്തത് മുതൽ മുടങ്ങാതെ ഞാൻ പങ്കെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മണിക്കൂർ ബൈബിൾ വായന ആദ്യമൊക്കെ എൻ്റെ ശക്തമായ തലവേദന കാരണം എനിക്ക് മുടങ്ങാതെ വായിക്കാൻ പറ്റാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായന, 2 ആഴ്ച കൂടുമുള്ള കുമ്പസാരം, ദിവ്യബലിയിലുള്ള ദിവസേനയുള്ള പങ്കാളിത്തം, ഇതെല്ലാം മുടങ്ങാതെ പാലിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞങ്ങൾക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ സാക്ഷ്യം ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അലീന മോളുടെയും അമ്മയുടെയും സാക്ഷ്യം വളരെ ശക്തമാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്നുള്ളൊരു വലിയ ശക്തമായ പ്രാർത്ഥനയാണ്. CA പഠനം തടസ്സപ്പെടാൻ സാധ്യതയുള്ള ഈ മകൾ അലീന പ്രാർത്ഥിച്ചത്. മകൾക്ക് മൈഗ്രെയിൻ അസുഖമുണ്ടായപ്പോൾ 6 വർഷത്തോളം ഈ മകൾക്ക് മൈഗ്രെയിൻ ഒരു തലവേദന തന്നെയായിരുന്നു. കാരണം പഠനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ഇവിടെ വന്ന് ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം കൃത്യമായി ബൈബിൾ വായിക്കുവാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നേരെ നോക്കുവാനൊക്കെ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തന്നെ ഈ മകളെ തൊട്ട് സുഖപ്പെടുത്തിയ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണിത്. ഈശോയ്ക്ക് ഒന്നും അസാധ്യമല്ല എന്നുള്ളതാണ് ഓരോ സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മകൾക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന് പോലും സംശയം വന്നിരുന്ന ആ സമയത്ത് ഇവിടെയുള്ള ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചാണ് ഈ മകൾക്ക് ഐസൈറ്റ് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതുപോലെ തന്നെ പേരൻസും ഈ മകളും കുടുംബം മുഴുവനും ഇന്ന് ഉടമ്പടിയിലാണ്. അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കെപ്പോഴും വിശുദ്ധ കുർബാന എല്ലാ ദിവസവും പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയാണ്. സമ്പത്തിനേക്കാളും ഐശ്വര്യത്തെക്കാളും ഏറ്റവും വിലപ്പെട്ടത് ഈശോ മാത്രമാണെന്ന് ഈ കുടുംബ ഉടമ്പടിയിലൂടെ പ്രഖ്യാപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ഈശോ ഇല്ലാത്ത ഏതൊരു ഐശ്വര്യവും ഏതൊരു സമ്പത്തും എല്ലാം ചിതലു തിന്നു പോകുന്നതാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃപാസനത്തിൽ എപ്പോഴെല്ലാം ഇവർ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ, കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ആ സുഗന്ധം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് ലഭിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, സുഗന്ധാഭിഷേകം ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്കുണ്ടെങ്കിൽ തന്നെ ഈശോയിൽ നിന്ന് എല്ലാം പ്രാപിച്ചു തരുവാനായി ആ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് വിദേശത്ത് വേണ്ടിയുള്ള ഇവരുടെ ബഹ്റൈനിലെ അക്കോമഡേഷനെല്ലാം ശരിയാക്കി കൊടുക്കുവാനാണ്. ഈ ദൈവം കാനാൻ ദേശം വാഗ്ദാനം ചെയ്തപ്പോൾ മോശയോടും ജോഷയോടും ഇസ്രായേൽ മക്കളോട് വാഗ്ദാനം ചെയ്തതാണ്, നിങ്ങളെ ഞാൻ പാലും തേനും ഒഴുകുന്ന ഒരു വലിയ നാട്ടിലേക്ക്, നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അതിന് കാരണം ഇതാണ്, ഇസ്രായേൽക്കാർ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇവിടെ വരുന്ന കൃപാസനത്തിൽ വരുന്ന ഓരോ മക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യം, നമുക്കുള്ള സൗഖ്യം, പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം, അവിടുത്തെ സാമീപ്യം, ഈശോയിൽ നിന്നുള്ള സൗഖ്യം എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഒരു വാഗ്ദാനമാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് എല്ലാ സമയവും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ നാം പ്രവേശിക്കുന്നതുവരെ ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യത്തിനായി ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.